ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് തൻ്റെ വീട്ടിനുള്ളിൽ തെന്നി വീണ് സി മുകുന്ദൻ എന്ന CPI പരിക്ക് പറ്റിയത്. തൻ്റെ ആഡംബരം നിറഞ്ഞ മണിമാളികയിലെ മാർബിളിൽ ചവിട്ടി തെന്നി വീണൊന്നുമല്ല ഈ ഭരണകക്ഷി MLA. ചോർന്നൊലിക്കുന്നതിൻ്റെ വീട്ടിനുള്ളിൽ കെട്ടിക്കിടന്ന മഴവെള്ളത്തിൽ ചവിട്ടിയതോടെ തെന്നി വീണ് വലതുകാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. ചോർന്നൊലിക്കുന്ന വീടുള്ള ഒരു MLA ഇക്കാലത്ത് കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സങ്കല്പിക്കാൻ സാധിക്കുമോ? 6 ലക്ഷം രൂപ കടമെടുത്ത് പണിത വീടിൻ്റെ പേരിൽ ജപ്തി ഭീഷണി നേടുന്ന ഏതെങ്കിലും ഒരു MLA നമുക്ക് ഈ കേരളത്തിൽ ഭരണകക്ഷിയിലോ പ്രതിപക്ഷത്തോ കാണാൻ സാധിക്കുമോ? ഇല്ല. പക്ഷേ ഇത്തരത്തിലൊരു MLA നമുക്കുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം വരെ CPIയുടെ MLA ആയിരുന്ന ഇന്ന് BJPയുടെ സജീവ പ്രവർത്തകനായി തൃശ്ശൂരിലെ നാട്ടികയിൽ സ്ഥാനാർത്ഥിയായി പൊന്നിറങ്ങുന്ന CC മുകുന്ദൻ. കാലപ്പഴക്കമുള്ള MLAയുടെ ഓഡിറ്റർ വീടിന് ഈടായി നൽകി കാരമുക്ക് സഹകരണ ബാങ്കിൽ നിന്നും 10 വർഷം മുമ്പ് 6 ലക്ഷം രൂപ റിപ്പീറ്റ് കാലപ്പഴക്കമുള്ള MLAയുടെ ഓഡിറ്റർ വീടിനായി കാരമുക്ക് സഹകരണ ബാങ്കിൽ നിന്നും 10 വർഷം മുമ്പാണ് 6 ലക്ഷം രൂപ CC മുകുന്ദൻ വായ്പയെടുത്തത്. തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് വീട് ജപ്തി ഭീഷണിയിലായത്. ഇതും കേരളത്തിലെ ഒരു ഭരണകക്ഷി MLA ആണ്. വലിയേട്ടൻ CPMൻ്റെ കൂടെ നിൽക്കുന്ന ചെറിയേട്ടൻ CPIയിലെ MLA. എന്നിട്ടും ഘടകകക്ഷി MLAമാരെ പോലെ നികുതി പണത്തിൽ കൈയിട്ട് വരാൻ CC മുകുന്ദൻ വഴങ്ങിയില്ല, തയ്യാറായില്ല. അതാണ് തൻ്റെ വീട് ചോർന്നൊലിക്കുന്നതിനും കാരണമായത്. ഇത്തരമൊരു MLA BJP 2 കൈയും നീട്ടി അംഗത്വം നൽകി നാട്ടികയിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റ് ഇനിയുണ്ടെങ്കിൽ അതൊന്ന് ചൂണ്ടിക്കാട്ടി തന്ന. ആത്മാർത്ഥതയുടെ പര്യായമെന്ന് നിസ്സംശയം പറയാനാകുന്ന ഈ നേതാവ് MLA ആയിരുന്നപ്പോൾ CC മുകുന്ദൻ നാട്ടികയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അറിയണമെങ്കിൽ നാട്ടികയിലെ മികച്ച റോഡുകളും മറ്റും കണ്ടാൽ മതി. അദ്ദേഹം നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പോലെ മികച്ചവ കേരളത്തിൽ എവിടെയും കാണില്ല. വികസനത്തിനായി തനിക്ക് അനുവദിച്ചു കിട്ടിയ മുഴുവൻ തുകയും മണ്ഡലത്തിൽ ആത്മാർത്ഥമായി ചെലവഴിച്ച MLA ആണ് MLAമാർക്ക് തന്നെ മാതൃകയായ CC മുകുന്ദൻ. CPI ദുഷിച്ചു പോകുന്നതിനെതിരെയാണ് സംസാരിച്ചുകൊണ്ട് ഇദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് പോയത്. ഇപ്പോഴിതാ CPI നാട്ടികയിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്ന ഗീതാ ഗോപി പാർട്ടിയിലേക്ക് വൻ സാമ്പത്തിക സഹായം കൊണ്ടുവരുന്ന നേതാവിനാലാണ് അവരെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് CC മുകുന്ദൻ്റെ അന്നത്തെ ആരോപണം. അത് പൂർണ്ണമായും ശരിയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചിത്രം ഇപ്പോൾ വീണ്ടും പരക്കുന്നുണ്ട്. ഗീതാ ഗോപിയുടെ സർവാഭരണ വിഭൂഷിതയായ ആ വിവാഹ ഫോട്ടോ. അത് കാണുമ്പോൾ മുകുന്ദൻ്റെ ആരോപണം സത്യം തന്നെയും തെളിയുന്നു. 2016 CPI നേതാവ് ഗീതാ ഗോപി തൻ്റെ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ 10,000 രൂപയും ഒരു വീടും അതിരിക്കുന്ന സ്ഥലവും മാത്രമാണ് സ്വത്തായി കാട്ടിയത്. 2017 മകളുടെ വിവാഹം ആർഭാടമായി നടത്തിയത്. അംബാനിയുടെ മകൻ്റെ ആഡംബര വിവാഹത്തിനെതിരെ അവർ ശബ്ദമുയർത്തിയ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം പക്ഷേ അന്ന് ഗീതാ ഗോപിയുടെ മകളുടെ വിവാഹത്തെപ്പറ്റി മൗനം പാലിച്ചു. 2011 2016 നാട്ടികയിൽ നിന്നും ജയിച്ച MLA ആയ വനിതാ നേതാവാണ് ഗീതാ ഗോപി. എന്നാൽ 2021 CC മുകുന്ദൻ അവിടെ ജയിച്ചത്. അന്ന് തോൽപ്പിച്ചത് എതിരാളിയായ കോൺഗ്രസിൻ്റെ അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിനെ 28,000 വോട്ടുകൾക്ക്. 2026 ഇതേ സുനിൽ ലാലൂരാണ് കോൺഗ്രസിലെ നാട്ടികയിലെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ ഇത്തവണ നാട്ടികയിലെ പ്രധാന പോര് CC മുകുന്ദനും ഗീതാ ഗോപിയും തമ്മിലായിരിക്കും. അന്തിമ വിജയം ആദർശ ധീര് തന്നെയാകും, ഉറപ്പ്.